ഇവിടെ ഇത്രയും പോലീസുകാരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നാൽ മതി എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇത് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി ആൾക്കാരെയും കൂടി വിളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, ഇത് നന്നാക്കാനുള്ള വഴി എന്താ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരിക? ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ നിന്നാണ് വരിക. അവർ ഫ്ലൈറ്റിലാണോ വരുന്നത്? ഞാൻ അന്വേഷിച്ചു. അല്ല, തീവണ്ടിയിലാണ് വരിക എന്ന് പറഞ്ഞു. കഴക്കൂട്ടത്തെ 28 വാർഡുകളിൽ 18ഓ 19ഓ വാർഡുകളിലേക്കുള്ള വെള്ളം, ആ വെള്ളം ഈ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. ടെക്നോ പാർക്കിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് പോകേണ്ടത്. അങ്ങനെ ആയിരക്കണക്കിനല്ല 10,000കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പല സ്ഥാപനങ്ങളും പ്രദേശങ്ങളും അവിടത്തേക്കുള്ള വെള്ളം പോകേണ്ടത് പുതുകുന്ന് പമ്പിംഗ് സ്റ്റേഷൻ എന്നാണ്. അവസാനം ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പമ്പ് പ്രവർത്തനരഹിതമായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊരു പമ്പ് ഉപയോഗിച്ച് ഭാഗികമായിട്ട് പമ്പിംഗ് തുടങ്ങി. പക്ഷേ ആ പമ്പ് തകരാറിലായാൽ പകരം ഒരു സംവിധാനമില്ല. മാത്രമല്ല, ആ പമ്പിൻ്റെ ശേഷി വളരെ കുറവാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചു, ഇത് നന്നാക്കാനുള്ള വഴി എന്താ? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് വരിക? ഡൽഹിക്കടുത്തുള്ള ഗാസിയാബാദിൽ നിന്നാണ് വരിക. അവർ ഫ്ലൈറ്റിലാണോ വരുന്നത്? ഞാൻ അന്വേഷിച്ചു. അല്ല, തീവണ്ടിയിലാണ് വരിക എന്ന് പറഞ്ഞു. തീവണ്ടിയിൽ ടിക്കറ്റ് കിട്ടുമോ, റിസർവേഷൻ കിട്ടുമോ, ഇതൊന്നും അറിയില്ല. വളരെ ചുരുങ്ങിയ ദൂരേ ഉള്ളൂ, 2500 കിലോമീറ്റർ. 2500 കിലോമീറ്റർ ദൂരയിൽ നിന്ന് ഞാൻ ചോദിച്ചു, ഇത്ര ദൂരെ നിന്ന് ടെക്നീഷ്യൻ വരേണ്ട ആവശ്യം എന്താ? ഈ നാട്ടിലൊന്നും ടെക്നീഷ്യന്മാരില്ലേ? അല്ല, ഞങ്ങൾക്ക് പമ്പ് സപ്ലൈ ചെയ്ത കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗാസിയാബാദിലാണ്. അതെന്താ, ഈ നാട്ടിലൊന്നും പമ്പ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരില്ലേ? അല്ല, ഈ പമ്പ് അവിടെ നിന്നാണ് വാങ്ങിയത്. എത്രയാ വില? അപ്പോൾ പറഞ്ഞു, 2 ലക്ഷത്തിൻ്റെ കുറച്ച് കൂടുതൽ വരും. അങ്ങനെ 2 പമ്പും കൂടി 4 ലക്ഷം. എൻ്റെ കൂടെയുള്ള ചില ആളുകൾ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു, ഇതൊരു 80,000 തൊട്ട് 1.25 ലക്ഷം വരെയാണ് വില വരുന്നത് ഗൂഗിളിലെ കണക്കനുസരിച്ച്. അപ്പോൾ ഈ 2-2.5 ലക്ഷമൊക്കെ വേറെ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. പമ്പിൻ്റെ വില തന്നെയാണോ, അതിനിടയിൽ വേറെ ആർക്കെങ്കിലും പോയതാണോ? 2024 ഡിസംബറിലാണ് പമ്പ് വാങ്ങുന്നത്. 25 ജൂലൈയിലാണ് പമ്പ് അവിടെ സ്ഥാപിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ പമ്പ് തകരാറിലായി. 2025 ജൂലൈയിൽ സ്ഥാപിച്ച പമ്പ് സെപ്റ്റംബറിൽ തകരാറിലായി. സെപ്റ്റംബർ തൊട്ട് ഇന്നലത്തത് ഉൾപ്പെടെ 4 തവണ ഇതിനകം തകരാറിലായി. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ പമ്പ് സ്ഥാപിച്ച് 1 വർഷത്തിനിടയിൽ അവസാനത്തെ 9 മാസങ്ങൾക്കിടയിൽ 4 തവണ തകരാറിലായി. ഇനി ഈ പമ്പ് നന്നാക്കാൻ വേണ്ടി ഗാസിയാബാദിൽ നിന്ന് വരുന്ന ആളുകളെയും കാത്തിരിക്കുകയാണ് കഴക്കൂട്ടത്തെ ജനങ്ങൾ. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം നഗരം ഏറ്റവും വേഗതയിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കഴക്കൂട്ടം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട പ്രദേശമാണ് കഴക്കൂട്ടം. ബഹുമാന്യനായിട്ടുള്ള ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഞാൻ ആകർഷിച്ചിരുന്നു നിയമസഭയിൽ. അദ്ദേഹം സമ്മതിച്ചു, കഴക്കൂട്ടത്ത് രൂക്ഷമായിട്ടുള്ള ജലക്ഷാമമുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. മന്ത്രി സാറേ, അറിഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളല്ലേ അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടത്. ആ നടപടി ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇന്നിപ്പോൾ കഴക്കൂട്ടത്തുനിന്ന് കുറച്ച് ആളുകൾ ഇവിടെ വന്ന് ഈ സമരം ഇവിടെ ഇത്രയും പോലീസുകാരുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്രയും ആൾക്കാർ വന്നാൽ മതി എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത്രയും പേരെ വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇത് പരിഹാരമില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ബാക്കി ആൾക്കാരെയും കൂടി വിളിക്കേണ്ടി വരും.